നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നേരത്തെ ആഹാരം വിശപ്പടക്കാൻ വേണ്ടി എടുത്ത മധു എന്ന യുവാവിനെ അതിക്രൂരമായി തല്ലി കൊലപ്പെടുത്തിയ നാടാണ് കേരളം. ആ കേരളത്തിൽ പിന്നെയും നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. നീ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ ചവിട്ടി കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ പിന്നെയും കാണുകയുണ്ടായി. അതായത് മറ്റൊരാളെ ആക്രമിക്കുന്നത്, ഇപ്പോൾ സ്വയം പ്രതിരോധം എന്ന രീതിയിൽ ആക്രമിച്ചാൽ അതിനൊരു ന്യായീകരണം, ഒരു വിശദീകരണം നൽകാൻ സാധിക്കും. അല്ലാതെ മറിച്ചുള്ള പല ആക്രമണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസം കൊല്ലം ആശ്രാമത്തും ഉണ്ടായി. കൊല്ലം ആശ്രാമത്ത് ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളക്കിടെ മദ്യപിച്ച് നൃത്തം ചെയ്തയാളെ കസേര കൊണ്ടടിച്ച് യുവാവ്. അതായത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനം. അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഗാനമേള നടക്കുന്നു, അതിന് മുന്നിൽ നിന്ന് മദ്യപിച്ചൊരു വ്യക്തി ഡാൻസ് കളിക്കുന്നു. ആ ഡാൻസ് കളിക്കുന്ന കുറ്റം മാത്രമേ ആ വ്യക്തി ചെയ്തിട്ടുള്ളൂ. മറ്റൊരാൾക്ക് ശല്യമാകുന്നില്ല. അവിടെ നിന്ന് ഡാൻസ് കളിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അതിന് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കസേര കൊണ്ട് അതിക്രൂരമായിട്ടാണ് ഈ വ്യക്തി, ആ ഡാൻസ് കളിച്ച വ്യക്തിയെ അടിച്ചത്. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശി 57-കാരനായ ബാലചന്ദ്രനാണ് ഈ അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. കൊല്ലം നഗരത്തിൽ ആക്രി പെറുക്കി വിറ്റ് റോഡരികിൽ കഴിയുന്ന വ്യക്തിയാണ് ബാലചന്ദ്രൻ. അദ്ദേഹത്തെയാണ് അതിക്രൂരമായ തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത്. ഗാനമേള നടക്കുമ്പോൾ കാണികൾക്കിടയിലൂടെ നൃത്തം ചെയ്ത് മുന്നിലേക്ക് വന്ന ബാലചന്ദ്രനെ സ്റ്റേജിന് മുന്നിലുണ്ടായിരുന്ന ഒരാൾ പ്ലാസ്റ്റിക് കസേര കൊണ്ട് അതിക്രൂരമായി അടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ബാലചന്ദ്രന്റെ മുഖത്തിന് പരിക്കേറ്റു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചു. ഇതോടെ വലിയ രീതിയിലുള്ള വിമർശനം ഈ കസേര കൊണ്ട് അടിച്ച വ്യക്തിക്കെതിരെ ഉയരുകയാണ്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. നൃത്തം ചെയ്തയാളെ പിടിച്ചു മാറ്റിയാൽ മതി. അത്തരത്തിലുള്ള മറ്റ് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. മുന്നിൽ വന്ന് ഡാൻസ് കളിക്കുന്നു എന്നതിൽ കുറഞ്ഞ് മറ്റൊന്നും അയാൾ ചെയ്യുന്നില്ല. പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ, മാറ്റി ആട്ടി ഓടിക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് പകരം കസേര കൊണ്ട് തലയ്ക്കടിക്കുകയാണ്. ഒരു ദിശ തെറ്റിയിരുന്നെങ്കിൽ ആ മനുഷ്യന് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് ആ ഒരു അടി മാറിയേനെ, മർദ്ദനം മാറിയേനെ. എന്തായാലും കസേര എടുത്ത് അടിക്കാനുള്ള അധികാരമൊക്കെ ഇയാൾക്ക് ആര് നൽകിയെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. നൃത്തം ചെയ്തയാളെ പിടിച്ചു മാറ്റുന്നതിന് പകരം ക്രൂരമായി മർദ്ദിച്ചത് ശരിയായില്ലെന്നും അക്രമിക്കെതിരെ നടപടി വേണമെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഇടയ്ക്കാണ് ഒരു അമ്പലത്തിൽ പരിപാടിക്കിടെ ഒരു കുട്ടിയെ എല്ലാവരും കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്, അടിച്ചും ഇടിച്ചും തൊഴിച്ചും ഒക്കെ കൊലപ്പെടുത്തിയത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, മറ്റൊരാളെ മർദ്ദിക്കേണ്ട സാഹചര്യം എന്താണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് എടുത്തിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഉത്സവമായതുകൊണ്ട് പ്രോഗ്രാം കാണാനായി ഒരുപാട് പേരുണ്ട്. പക്ഷേ തൻ്റെ ഇഷ്ടഗാനം സ്റ്റേജിൽ ആലപിച്ചപ്പോൾ പാട്ടിനൊപ്പം നൃത്തം ചവിട്ടിയതാണ് താൻ. ഗാനമേള ആലപിച്ചാൽ നൽകിയ പ്രോത്സാഹനവും കൂടിയായപ്പോൾ മുന്നിലേക്ക് ചെന്നു. പെട്ടെന്നാണ് ഒരാൾ പുറകിൽ നിന്ന് വരികയും കസേര ഉപയോഗിച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തത്. എന്നാൽ ആരും തന്നെ പിടിച്ചു മാറ്റാൻ വരികയോ ഒന്നും തന്നെ ചെയ്തില്ല. താൻ ഡാൻസ് കളിച്ചപ്പോൾ ആരും തന്നെ പിടിച്ചു മാറ്റിയില്ല. എല്ലാവരും വീഡിയോ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പാട്ടുപാടിയ വ്യക്തി തനിക്ക് പ്രോത്സാഹനം നൽകി. ആ സന്തോഷത്തിൽ താൻ മുന്നോട്ട് വന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അതിശക്തമായ അടി പിന്നിൽ നിന്ന് വന്നത്. ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ബാലചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മാറിയേനെ. അല്ലാതെ ഇങ്ങനെ മർദ്ദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടായിരിക്കാം അവർ എന്നെ മർദ്ദിച്ചതെന്നാണ് ഈ ബാലചന്ദ്രൻ പറയുന്നത്. ഇതേ തുടർന്ന് കേസ് നൽകുവാനോ മറ്റൊന്നിനും താൻ പോകില്ല. കാരണം എനിക്ക് പേടിയാണ് കൊല്ലംകാരെ. പലരും തന്നെ ഭീഷണിപ്പെടുത്തി. കേസ് കൊടുത്തിട്ട് തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് ശരീരത്തിന് ഏറ്റ മർദ്ദനത്തിൻ്റെ വേദനയുമായി താൻ തെരുവോരത്ത് കഴിയുന്നതെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. എന്തായാലും വളരെ നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്ക് ആ മനുഷ്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ വാക്കില്ലാതെ അല്ലെങ്കിൽ ഒരു ഹിതമല്ലാതെ ഒരു ഇടി കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ട് ജീവൻ നഷ്ടമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ശരീരഘടനയൊക്കെ. ആ കസേര കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ക്രൂരമായ ഒരു മർദ്ദനമായിരുന്നു. പിന്നിലൂടെ ചെന്ന് ഒരു ഒറ്റ അടി, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പതറിപ്പോകാം. അത്തരത്തിലൊരു അടിയായിരുന്നു, മർദ്ദനമായിരുന്നു നടന്നത്. ആ മർദ്ദനം നടത്താൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് മനുഷ്യൻ അവിടെ ചെയ്തത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഈ അടിച്ച വ്യക്തി ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ബാധ്യതയുണ്ട്. എന്തായാലും ഈ വ്യക്തി ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ അടി കൊണ്ട വ്യക്തി, അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ അടിച്ചത്. കേസ് കൊടുക്കാൻ തനിക്ക് പേടിയാണ്. കേസ് കൊടുത്തിട്ട് താൻ വീണ്ടും ഈ റോഡരികിൽ വന്ന് കിടക്കുമ്പോൾ തന്നെ ആരെങ്കിലും കൊലപ്പെടുത്തിയാലോ എന്ന ഭയമാണ് തനിക്കെന്ന് നിസ്സഹായനായ ഒരു മനുഷ്യൻ പറയുകയാണ്. എന്തായാലും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ പോകുന്നത് വിഴിഞ്ഞത്തെ
വാർത്തയിലേക്കാണ്. വിഴിഞ്ഞത്ത് അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിഴിഞ്ഞത്ത് യുവാവിനെ നടു റോഡിലിട്ട് അതിക്രൂരമായി തല്ലി കൊലപ്പെടുത്തി. 38-കാരനായ സുമനാണ് കൊല്ലപ്പെട്ടത്. ബാറിനകത്തുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെ മർദ്ദനമുണ്ടാകുന്നു. ആ മർദ്ദനമേറ്റാണ് യുവാവ് മരിച്ചത്. സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവർ ചേർന്നാണ് സുമനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ നിലവിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊടും ക്രൂര കൊലപാതകത്തിന്റെ, അതായത് ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. തല മരവിപ്പിക്കുന്ന കാഴ്ചയാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. യുവാവിനെ മർദ്ദിക്കുന്നതും അവശനായതിനു ശേഷം ആക്രമണം തുടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ കൊടും ക്രൂര സംഭവങ്ങൾ അരങ്ങേറിയത്. വിഴിഞ്ഞം സ്റ്റേഷൻ പരിധിയിലെ ബുക്കോലയിലെ ബാറിലാണ് യുവാക്കൾ ഏറ്റുമുട്ടിയത്. ഷാൻ എന്ന ചെറുപ്പക്കാരനുമായി ദൃശ്യങ്ങളുള്ള ചെറുപ്പക്കാർ ബാറിൽ വെച്ച് തർക്കമുണ്ടായി. ഇതിൽ ഇടപെട്ടയാളാണ് കൊല്ലപ്പെട്ട സുമൻ എന്നാണ് പോലീസ് പറയുന്നത്. ബാറിൽ നിന്ന് തന്നെ സംഘം സുമനെതിരെ തിരിഞ്ഞു. ഇവർ ഇറങ്ങി പുറത്തേക്ക് ഓടിയപ്പോൾ സുമനെ പിന്തുടർന്ന് സഹോദരങ്ങളായ യുവാക്കൾ മർദ്ദിച്ചു. പക്ഷെ ഒപ്പമുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ ദൃശ്യങ്ങൾ പകർത്തി എന്നതല്ലാതെ ആക്രമണത്തെ തടയാനോ അവരെ പിടിച്ചു മാറ്റാനോ ശ്രമിച്ചില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. അവശനിലയിലായ സുമനെ വീണ്ടും യുവാക്കൾ ആക്രമിക്കുന്നു. ഇതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റോഡിലൂടെ വന്ന യാത്രക്കാരാണ് ഒടുവിൽ ഇത്തരത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് വഴിയിൽ കിടക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം തന്നെ യുവാവ് മരിച്ചിരുന്നു. പ്രതികളെല്ലാം മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതികളെല്ലാം മദ്യലഹരിയിൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരത അതൊരു യുവാവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് തീരാ നഷ്ടമുണ്ടായിരിക്കുകയാണ്. സംഭവത്തിൽ സഹോദരങ്ങളെ കൂടാതെ 2 പേരെ കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒരു 38-കാരനാണ് അതിക്രൂരമായി പരിക്കേറ്റ് നടു റോഡിൽ ജീവൻ പൊലിയേണ്ടി വന്നത്. സഹോദരങ്ങളടക്കം 4 പേർ, അച്ചു, അനന്തു, സൂരജിത്ത്, ലാലു കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രിയാണ് ഈ അതിക്രൂര കൊലപാതകം ഉണ്ടായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഭയാനകത ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിഷു ആഘോഷത്തിന് ശേഷം രാത്രി 11ഓടെ അച്ചുവും സഹോദരങ്ങളും സുഹൃത്തുക്കളും ബാറിൽ മദ്യപിക്കുകയായിരുന്നു. ഈ സമയത്ത് മറ്റൊരാളുമായി തർക്കമുണ്ടായി. ഇത് പരിഹരിക്കാൻ സുമൻ ഇടപെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് സുമനെ പ്രതികൾ ബാറിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ഇറങ്ങി ഓടിയ സുമനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും അവശനിലയിൽ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സുമന്. അബോധ അവസ്ഥയിലായ സുമനെ വിഴിഞ്ഞം പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സുമന്റെ തലയിലും മുഖത്തും നെഞ്ചിലും ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വീഡിയോ ചിത്രീകരിച്ച ആളിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സഹോദരങ്ങൾ. കേസ് വന്നാലും സാരമില്ല, അവനെ ചവിട്ടടാ എന്ന് പ്രതികളിൽ ഒരാൾ പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു.